വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. RRB ജനറൽ സയൻസ് ബയോളജിയിൽ നമ്മൾ സെല്ല് എന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് സെല്ല് എന്ന ഭാഗത്തിലെ ലാസ്റ്റ് ക്ലാസ്സാണ്. ചെറിയൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന സെല്ല് എന്ന ടോപ്പിക്കിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ അതിൻ്റെ ആൻസർ കൂടെ എന്ത് ചെയ്യും ഈ ഒരു ക്ലാസ്സിൻ്റെ അവസാനം നമ്മൾ നോക്കും. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ടിഷ്യൂ എന്ന് പറയുന്ന ടോപ്പിക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും പോകും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ക്ലാസ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സെല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്നും സെല്ലിലെ പ്രധാനപ്പെട്ട ഓർഗനൽസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു ചെറിയ ടോപ്പിക്കാണ് സെല്ലിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളടുത്തൊരു ചോദ്യം ചോദിക്കാം. സെല്ലുകൾ എപ്പോഴും ഫോം ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് സെല്ലുകളിൽ നിന്നാണ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ പേരെന്തുവാണ്? അപ്പോൾ നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇത് ഓൾറെഡി നമ്മൾ പഠിപ്പിച്ച കാര്യമാണ്. സെല്ലുകൾ എപ്പോഴും ഫോം ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ആയ സെല്ലുകളിൽ നിന്നാണ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് സെൽ ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാരൻറ്റ് സെൽ അഥവാ പ്രീ എക്സിസ്റ്റിംഗ് ആയ ഒരു സെല്ലുണ്ടാവും. ആ സെല്ലിൽ എന്ത് ചെയ്യുന്നു, ഡിവിഷൻ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രണ്ടോ അതിലധികമോ എന്ത് ചെയ്യുന്നു, സെല്ലുകൾ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിലെ ഏറ്റവും ഫണ്ടമെൻ്റലായ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? സെൽ ഡിവിഷനാണ്. നമ്മളെല്ലാവരും തന്നെ ഫോം ചെയ്തത് തന്നെ എന്താണ്, ഇത്തരത്തിലൊരു സെൽ ഡിവിഷൻ്റെ ഫലമായിട്ടാണ് അല്ലേ? നമുക്കറിയാം മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്പേമാണ്. ഫീമെയിലിൻ്റെ എന്താണ്? എഗ്ഗാണ് അല്ലെങ്കിൽ ഓവമാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മളെന്ന് പറയുന്നത് എന്താണ്? സൈഗോട്ട് ഉണ്ടായത്. ഈ സൈഗോട്ടിൽ നിരന്തരമായ സെൽ ഡിവിഷൻ നടന്നാണ് നമ്മൾ ഈ കാണുന്ന എന്താണ് ഈ പറയുന്ന കുട്ടിയായിട്ട് മാറുന്നത്. ആ കുട്ടിയായി നമ്മൾ ശരീരത്തിൽ വീണ്ടും സെൽ ഡിവിഷൻ നടന്നാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് എത്തിയത്. അപ്പോൾ സെൽ ഡിവിഷൻ രണ്ട് രീതിയിലാണ് ഉള്ളത്. ഏതൊക്കെയാണ്? മൈറ്റോസിസും മിയോസിസും. ഇമ്പോർട്ടൻ്റ് ആണ് മൈറ്റോസിസും മിയോസിസും. ഈ മിയോസിസിനെ പറ്റി നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് റീപ്രൊഡക്ഷൻ പഠിക്കുമ്പോഴാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്താണ് മൈറ്റോസിസും മിയോസിസും? രണ്ട് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷനാണ്. അതിൽ ആദ്യം വരുന്നതാണ് മൈറ്റോസിസ്. എന്താ മൈറ്റോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ ഒരു സെല്ലുണ്ടാവും. അതെന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് രണ്ട് ചെറിയ ചെറിയ സെല്ലുകളായിട്ട് മാറുന്നു. പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സെല്ലിൻ്റെ നമ്പർ ഇപ്പോൾ ഇവിടെ 46 ക്രോമസോമാണ് ഉള്ളതെങ്കിൽ ഇവിടെ എത്ര തന്നെ ആയിരിക്കും? 46 തന്നെ. ഇതിലും എത്ര തന്നെ ആയിരിക്കും? 46 തന്നെ ആയിരിക്കും. അതായത് സെല്ല് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സെല്ലാണോ അതിന് ഐഡൻറ്റിക്കലായിട്ടുള്ള ഡോട്ടർ സെല്ലുകളായിരിക്കും. അതായത് ഇപ്പോൾ നോക്കിയേ, ഇൻ ദിസ് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ വെയർ വൺ സെൽ ഡിവൈഡ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ടു പ്രൊഡ്യൂസ് ടു ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ഡോട്ടർ സെൽ അല്ലെ, ജനറ്റിക്കലി സെയിം. അതായത് ഈ പറയുന്ന സെല്ലിനകത്തുള്ള ക്രോമസോമിൻ്റെ എണ്ണം തന്നെ ആയിരിക്കും ഓരോ സെല്ലുകളിലും ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ഡിവിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൈറ്റോസിസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് മൈറ്റോസിസ് ആണ്. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നതാണ് എന്ത്? മൈറ്റോസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഓർഗാനിസത്തിൻ്റെ നമ്മളെന്ന് പറയുന്ന ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യും? മൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു സെൽ ഡിവിഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കും. നമ്മുടെ കൈയൊന്ന് മുറിഞ്ഞു, നമ്മുടെ ഓർഗൻസ് വലുതാകുന്നു, മസിൽ വലുതാകുന്നു, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത് മൈറ്റോസിസിലൂടെയാണ്. അപ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് അതുപോലെയുള്ള ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള വലിപ്പത്തിലെ ചെറുപ്പം വ്യത്യാസം ഉണ്ടാവുള്ളൂ, പക്ഷേ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രണ്ട് സെല്ലുകൾ ഫോം ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. എന്നാൽ മിയോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും വ്യത്യാസം വരും. ഇതെവിടെയാണ്? ഇത് റീപ്രൊഡക്ഷൻ്റെ സമയത്ത് നടക്കുന്ന ഒരു സംഭവമായിട്ട് മനസ്സിലാക്കുക. അതായത് ഈ സെല്ല് രണ്ട് തവണ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു മൈറ്റോസിസ് നടക്കും. എന്നിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്ത് എത്രയായിട്ട് മാറും? 4 എണ്ണമായിട്ട് മാറും. പക്ഷേ പ്രശ്നം, ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ പകുതി മാത്രമേ ഇവിടെ കാണുകയുള്ളൂ, ഈ ഫോം ചെയ്ത ഡോട്ടർ സെല്ലുകളിൽ കാണത്തുള്ളൂ. ഓക്കെ, ഒറിജിനലി ഉണ്ടായിരുന്ന എമൗണ്ടിൻ്റെ പകുതി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കാണത്തുള്ളൂ. 4 എണ്ണം ഫോം ചെയ്യും. ഇൻ മിയോസിസ് എ സിംഗിൾ സെൽ ഡിവൈഡ് ട്വൈസ്. രണ്ട് തവണ ഡിവൈഡ് ചെയ്യും. ആദ്യം ഒരു മൈറ്റോസിസ് നടന്നിട്ട് 2 സെല്ലാവും. അത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ പകുതിയായിട്ട് മാറും. അങ്ങനെ പകുതിയായിട്ട് മാറുന്ന ഡിവിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിയോസിസ് എന്ന് വിളിക്കുന്നത്. മിയോസിസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ സ്പേം സെല്ലുകൾ ഫോം ചെയ്യുന്നതും ഫീമെയിലിലെ എഗ്ഗ് ഫോം ചെയ്യുന്നതും ഒക്കെ എന്താണ്? അത് മിയോസിസിലൂടെയാണ്, റീപ്രൊഡക്ഷനാണ്. ഇതിൽ ഡെപ്തിൽ ഒരുപാട് പോയിന്റുകൾ പറയാനുണ്ട്, പക്ഷേ അതിപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന മൈറ്റോസിസും മിയോസിസിൻ്റെ ഫേസുകളൊക്കെ ഉണ്ട് അല്ലെ, ഓരോ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അത്രയും ഡെപ്തിൽ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും ഡെപ്തായിട്ട് പോയിന്റുകൾ ഉൾപ്പെടുത്താത്തത്. ഇനി പ്രീവിയസ് നോക്കുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ആ ഒരു രീതിക്കുള്ള ഒരു ചോദ്യങ്ങൾ വന്നിട്ടുള്ളതായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും? പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഞാനിത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മൈറ്റോസിസും മിയോസിസും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം ഒന്ന് അറിഞ്ഞിരിക്കുക. മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ഈക്വൽ ആയിട്ടുള്ള സെൽ ഡിവിഷൻ ആയിരിക്കും. എന്നാൽ മിയോസിസിൽ നമ്മൾ
റിഡക്ഷൻ ഡിവിഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ റിഡക്ഷൻ ഡിവിഷൻ എന്നറിയപ്പെടുന്ന സെൽ ഡിവിഷൻ ഏതാണ്? അത് മിയോസിസ് ആണ്. എന്നാൽ ഈക്വൽ സെൽ ഡിവിഷൻ നടക്കുന്ന എവിടെയാണ്? അത് മൈറ്റോസിസിലാണ്. മൈറ്റോസിസിൻ്റെ ഫലമായിട്ട് 2 ഡോട്ടർ സെല്ലുകൾ ഉണ്ടാകുമ്പോൾ മിയോസിസിൻ്റെ ഫലമായിട്ട് എത്രയാണ് ഉണ്ടാകുന്നത്? 4 ഡോട്ടർ സെല്ലുകളാണ് ഫോം ചെയ്യുന്നത്. ഇനി ഡോട്ടേഴ്സിനെ പറ്റി നമ്മൾ നോക്കിയില്ല. നമ്മൾ ഉണ്ടാകുന്നതിന് ഡോട്ടർ എന്ന് വിളിക്കുന്നതിനുള്ള സെല്ലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിൽ സെയിം നമ്പർ ഓഫ് ക്രോമോസോം ആയിരിക്കും മൈറ്റോസിസിൽ. പക്ഷേ എന്തായിരിക്കും മിയോസിസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് നമ്പർ ഓഫ് ക്രോമോസോം, പാരന്റ് സെല്ലിൻ്റെ പകുതി മാത്രമേ മിയോസിസിലൂടെ ഉണ്ടാകുന്ന ഡോട്ടർ സെല്ലുകളിൽ കാണപ്പെടുകയുള്ളൂ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് മൈറ്റോസിസ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും റിപ്പയറിന് വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്? മൈറ്റോസിസ് നടക്കുന്നത്. പക്ഷേ മിയോസിസ് നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്യാമേറ്റുകളുടെ ഫോർമേഷനാണ്. റീപ്രൊഡക്ഷൻ്റെ സമയത്ത് ഗ്യാമേറ്റുകളുടെ ഫോർമേഷനാണ് എന്ത് ചെയ്യുന്നത്? മിയോസിസ് നടക്കുന്നത്. അപ്പോൾ ഇത്രയുമെങ്കിലും മിനിമം നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു പരീക്ഷയ്ക്ക് ഫേസ് ചെയ്യുമ്പോൾ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നൊരു കുട്ടി അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇനി സെല്ലിൻ്റെ ഒരു ചെറിയ ഭാഗം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പണ്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ്. അതായത് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സെൽ എന്നറിയപ്പെടുന്നത് ഏത് സെല്ലാണ്? അത് നെർവ് സെല്ലാണ്. അപ്പോൾ ലോങ്ങസ്റ്റ് സെൽ എന്നറിയപ്പെടുന്നത് നെർവ് സെല്ല്. എന്നാൽ സ്മോളസ്റ്റ് ഹ്യൂമൻ സെൽ എന്നറിയപ്പെടുന്നത് റെഡ് ബ്ലഡ് സെല്ലാണ്. ഹ്യൂമൻ്റെ കാര്യമാണ് പറയുന്നത്. സ്മോളസ്റ്റ് ഹ്യൂമൻ സെൽ എന്ന് പറയുന്നത് എന്താണ്? റെഡ് ബ്ലഡ് സെല്ലാണ്. ഇനി സിംഗിൾ ലാർജസ്റ്റ് സെൽ ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രിച്ചിൻ്റെ മുട്ടയാണ്. ഇത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലാർജസ്റ്റ് ഹ്യൂമൻ സെൽ എന്ന് പറയുന്ന ഓവമാണ്. അത് നമ്മൾ മുമ്പേ പറഞ്ഞത്. സ്മോളസ്റ്റ് ആണ് പറയാതെ വിട്ടത്. ഇനി സെല്ലുകളിൽ വെറുതെ സെല്ലെന്ന് മാത്രം ചോദിച്ചാൽ അത് മൈക്കോപ്ലാസ്മ ആണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിൽ ഒരു മിനിറ്റ് സമയം കൊണ്ട് 3 മില്യൺ സെല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മരിക്കുന്നുണ്ട്. അതുപോലെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നും ഉണ്ട്. ഇനി ന്യൂക്ലിയസ് ഇല്ലാത്ത 2 സാധനങ്ങളാണ്. ഒന്ന് സീവ് ട്യൂബ്, ചെടികളിലെ സീവ് ട്യൂബും വളർന്ന് മെച്യൂർ ആയിക്കഴിഞ്ഞ് നമ്മളെ റെഡ് ബ്ലഡ് സെല്ലിനകത്ത് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി റെഡ് ബ്ലഡ് സെൽ എന്ന് വെച്ചാൽ RBC അറിയാമല്ലോ, നമ്മുടെ റെസ്പിറേറ്ററി ഗ്യാസ് ക്യാരി ചെയ്യുന്നു. സീവ് ട്യൂബ് ആണെങ്കിൽ ന്യൂട്രീഷൻ ഉള്ള പ്ലാന്റ് ന്യൂട്രീഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കുറച്ച് റിപ്പീറ്റ് ചെയ്തൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് പോയിന്റുകളും കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ സെല്ല് ഏതാണ്ട് കഴിയുകയാണ്. ഇനി നമ്മൾ ടിഷ്യൂലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ പോകാം. അപ്പോൾ അതിന് മുമ്പ് ഈ ഭാഗത്തുനിന്ന് ചോദിച്ച പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. DNA ഈസ് സ്റ്റോർഡ് മേജർലി ഇൻ ഡാഷ് ഓഫ് ദ സെൽ. DNA ഏത് സെല്ലിലാണ് കാണപ്പെടുന്നത്? ഗോൾഗി ബോഡിയിലാണോ, സൈറ്റോപ്ലാസത്തിലാണോ, പ്ലാസ്മ മെമ്പറൈനിലാണോ, ന്യൂക്ലിയസിലാണോ? നമ്മൾ പഠിച്ചതാണ് അല്ലേ? ന്യൂക്ലിയസിനകത്താണ് DNA എന്ന് പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ കാണുന്നത്. അടുത്ത ഡാഷ് ആർ കോൾഡ് സൂയിസൈഡൽ ബാഗ്. ഞാൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞിരുന്നു അല്ലെ? ലൈസോസോമാണ് എന്തെന്ന് പറയുന്നത്? സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ഡാഷ് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് മോളിക്യൂൾ ഇൻ ദ സെൽ. ഒരു സെല്ലിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന എന്താണ്? അത് ന്യൂക്ലിക് ആസിഡ് ആണോ, ലിപ്പിഡ് ആണോ, പ്രോട്ടീൻ ആണോ, വാട്ടർ ആണോ? ഒരു സെല്ലിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ്? വാട്ടർ ആണ് അല്ലേ? നമ്മൾ ഈ പറയുന്ന എന്താണ് സെല്ലിൻ്റെ 2ാമത്തെ ക്ലാസ്സിൽ എന്തോ നമ്മളതിനെ പറ്റി പ്ലാസ്മോളിസിസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മളിത് പറയുന്നുണ്ട് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതിനെ പറ്റിയിട്ട്. ഇനി ഇല്ലെങ്കിൽ ഇത് ഓർത്ത് വയ്ക്കുക. ഒരു സെല്ലിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? വാട്ടർ കണ്ടൻറ്റ് ആണ്. അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനിൽ കണ്ടെയ്ൻ DNA എപ്പാർട്ട് ഫ്രം ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലല്ലാതെ DNA കാണുന്ന മറ്റൊന്ന് എന്താണ്? അത് മൈറ്റോകോൺട്രിയ അല്ലെ? മൈറ്റോകോൺട്രിയ നമ്മൾ പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ട്? ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മൾ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പോയിന്റുകൾ നമ്മൾ പറയുന്നുണ്ട്. എന്താണ് അതിനകത്ത്? ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ്? DNAയും ഉണ്ട് മൈറ്റോകോൺട്രിയക്കകത്ത്. അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് യൂകാരിയോട്ടിക് സെൽ. പ്രോകാരിയോട്ടും യൂകാരിയോട്ടും വ്യത്യാസമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എന്താണ് യൂകാരിയോട്ടിക് സെല്ലിൽ ഇല്ലാത്തത്? ശ്രദ്ധിച്ചോളാം. നോട്ട് എ ഫീച്ചർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ന്യൂക്ലിയസ് വെൽ ഓർഗനൈസ്ഡ് ആണ്, അതുണ്ട്. മൈറ്റോകോൺട്രിയ ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ പ്ലാന്റ് സെൽ. ഇത് തന്നെയാണ് തെറ്റെന്ന് പറയുന്നത്. കാരണം എന്താണ്? നമുക്കറിയാം, ഇത് ലോജിക്കലി തന്നെ നമുക്കറിയാം അല്ലേ? പ്ലാന്റ് സെല്ലിനകത്ത് ഉറപ്പായിട്ട് എന്തുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ പഠിച്ചതെന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. വിച്ച് സെൽ ഓർഗനൽ ഈസ് ഓൾസോ നോൺ എസ് പവർ ഹൗസ് ഓഫ് ദ സെൽ. ഇത് പറഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് അല്ലേ ഏതാണ്? മൈറ്റോകോൺട്രിയാണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത്. അടുത്ത ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സെൽ. ഇത് നമ്മൾ പറയാതെ വിട്ടൊരു പോയിന്റാണ്. സെല്ലുകളെ പറ്റിയുള്ള സയൻറ്റിഫിക് സ്റ്റഡി വിളിക്കുന്ന പേരെന്താണ്? അത് സൈറ്റോളജി എന്നാണ്. എന്താണ്? സൈറ്റോളജിയാണ് എന്ത്? സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സെൽ എന്ന് പറയുന്നത്. ടിഷ്യൂവിനെ പറ്റിയുള്ളതാണ് ഹിസ്റ്റോളജി എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ. അപ്പോൾ ഇതാണെന്ത്? സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സെൽ. ഇത് ഈ പോയിന്റ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കി വെച്ച് പഠിച്ചോളാം. ഓക്കെ. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്റ്റോറേജ് ആൻഡ് മോഡിഫിക്കേഷൻ. സ്റ്റോറേജ്, മോഡിഫിക്കേഷൻ, പാക്കിംഗ് ഓഫ് ദ പ്രോഡക്ട്സ് ഇൻ ദ വെസിക്കിൾസ്. ഏതാണ്? ഇതിങ്ങനെ തന്നെയാണ് നമ്മൾ ആ സെൻറ്റൻസ് തന്നിട്ടുള്ളത് അല്ലേ? ഏതാണ്? ഗോൾഗി അപ്പാരറ്റസ് ആണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് അല്ലേ? സ്റ്റോറേജ്, മോഡിഫിക്കേഷൻ ആൻഡ് പാക്കിംഗ് ഓഫ് ദ പ്രോഡക്റ്റ് ഇൻ ദ വെസിക്കിൾസ് ചെയ്യുന്ന ആരാണ്? ഗോൾഗി അപ്പാരറ്റസ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സെല്ലിൻ്റെ അവസാനമായിട്ട് നോക്കാനുള്ളത്. ഇനി ടിഷ്യൂ ആണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അറിയാമല്ലോ, ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.